ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മലബാറുകാരുടെ സ്പെഷ്യൽ പലഹാരമായ കായ്പോള ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതിലേക്കായി 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമുക്ക് കായ്പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായി വറുത്തുകോരി എടുക്കാവുന്നതാണ്. ഈ നെയ്യിൽ തന്നെ കുറച്ച് ഡ്രൈ ഗ്രേപ്സ് കൂടി വറുത്തുകോരി എടുക്കേണ്ടതാണ്. പിന്നെ ആ നെയ്യിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഏത്തപ്പഴം ഏകദേശം ഇതുപോലെ ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി പഞ്ചസാരയൊക്കെ മെൽറ്റായി ഏത്തപ്പഴം വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കായ്പോള ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിനായി 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്താലും മതിയാകും. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തു. അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായി അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയോടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വേറൊരു പാനും കൂടെ വെക്കണം. കാരണം ഈ കായ്പോള ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം കട്ടിയുള്ളതിനാൽ പെട്ടെന്ന് അടിവശം കരിഞ്ഞു പോകും. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു പാൻ കയറ്റി വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ ഇത് തിരിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യേണ്ടതാണ്. ഞാനിങ്ങനെ ആട്ടനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഡയറക്റ്റായിട്ട് മറിച്ചിടാൻ എനിക്ക് കഴിയുമെന്ന്. പക്ഷെ അങ്ങനെ എനിക്ക് മറിച്ചിടാൻ അറിയാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റി 2 സൈഡും ഇങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. നോമ്പുതുറ സമയത്തൊക്കെ എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കായ്പോള. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഈ കായ്പോള ഞാനൊന്ന് നന്നായി കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.